വർക്ക് എനർജി ഇക്വേഷൻ. ഒരു ബ്ലോക്കിൽ എഫ് എന്ന ഫോഴ്സ് കൊടുക്കുമ്പോൾ ആ ബ്ലോക്ക് എസ് ഡിസ്റ്റൻസ് സഞ്ചരിക്കുകയാണെങ്കിൽ അവിടെ ഒരു വർക്ക് നടന്നു എന്ന് പറയാം. ദാറ്റ് ഈസ് വർക്ക് ഡൺ ഈസ് ഇക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഒരു ബ്ലോക്കിൽ എഫ് എന്ന ഫോഴ്സ് കൊടുക്കുമ്പം ഒരു നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ മോഷൻ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ വർക്ക് നടന്നു എന്ന് പറയാം. നമ്മൾ കൊടുക്കുന്ന ഡയറക്ഷനിൽ മോഷൻ ഉണ്ടാവുകയാണെങ്കിൽ പോസിറ്റീവ് വർക്കും, കൊടുക്കുന്ന ഡയറക്ഷൻ ഓപ്പോസിറ്റായിട്ടാണ് മോഷൻ ഉണ്ടാവുന്നതെങ്കിൽ അവിടെ നെഗറ്റീവ് വർക്കുമാണ് ഉണ്ടാവുന്നത്. അപ്പം കേസ് 1, ഈ കൊടുക്കുന്ന ഫോഴ്സ് കോൺസ്റ്റൻറ്റും ഫോഴ്സ് തീറ്റ 0 ആണെങ്കിൽ വർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഫ് ഇൻറ്റു എസ് ആയിരിക്കും. രണ്ടാമത്തെ കേസ് എന്ന് പറയുമ്പം കൊടുക്കുന്ന ഫോഴ്സ് കോൺസ്റ്റൻറ്റും കൊടുക്കുന്ന ഫോഴ്സ് മൂവ് ചെയ്യുന്ന ഡയറക്ഷനുമായിട്ട് ഒരു ആംഗിൾ മേക്ക് ചെയ്യുന്നെങ്കിൽ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു എഫ് കോസ് തീറ്റ ഇൻറ്റു എസ് അല്ലെങ്കിൽ എഫ് സൈൻ തീറ്റ ഇൻറ്റു എസ് ആയിരിക്കും. പിന്നെ കേസ് 3 എന്ന് പറയുമ്പോൾ ഫോഴ്സ് ഫോഴ്സ് ലീനിയർലി വേരി ചെയ്യുകയാണെങ്കിൽ വർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഹാഫ് ഇൻറ്റു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും. ഇനി സ്പ്രിങ്ങിൻ്റെ കംപ്രഷൻ ഓർ എക്സ്റ്റൻഷൻ കേസ് എടുക്കുകയാണെങ്കിൽ അവിടുത്തെ വർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു എസ് ആണ്. എസ് ഡിസ്പ്ലേസ്മെൻറ്റ്, കെ എന്ന് പറയുന്നത് സ്റ്റിഫ്നെസ് ഓഫ് ദ സ്പ്രിങ് ആയിരിക്കും. പിന്നെ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം വരയ്ക്കുമ്പം ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രത്തിൻ്റെ ഏരിയ ആണ് വർക്ക് ഡൺ ആയിട്ട് എടുക്കുന്നത്. അടുത്തതാണ് എനർജി. ഒരു വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് എനർജി. എനർജി ഇസ് ദ കപ്പാസിറ്റി ടു ഡു വർക്ക്. എനർജി 2 ടൈപ്പ് ഉണ്ട്. കൈനറ്റിക് എനർജി ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഹാഫ് mv², പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ mgh. ഓക്കെ, ഇനി വർക്ക് എനർജി പ്രിൻസിപ്പിൾ. ഒരു വർക്ക് എനർജി പ്രിൻസിപ്പിൾ പറയുന്നു, നമ്മൾ കൊടുക്കുന്ന വർക്ക് അതിൻ്റെ ചേഞ്ചിങ് കൈനറ്റിക് എനർജിക്ക് തുല്യമായിരിക്കും. അതായത് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. വർക്ക് ഡൺ W ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു mv²- v1². v2 എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റിയും v1 എന്ന് പറയുന്നത് ഇനിഷ്യൽ വെലോസിറ്റി ആയിരിക്കും. ഇതാണ് വർക്ക് എനർജി പ്രിൻസിപ്പിൾ. ഇനി അടുത്ത ഇമ്പൾസ് മൊമെൻ്റ് ഇക്വേഷൻ. ഇമ്പൾസ് മൊമെൻ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ലാർജ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ ഷോർട്ട് ഇൻ്റർവൽ ഓഫ് ടൈം ആണ് ഇമ്പൾസ്. ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റത്തിന് ഈക്വൽ ആയിരിക്കും. അതാണ് ഇമ്പൾസ് മൊമെൻ്റ് ഇക്വേഷൻ പറയുന്നത്. അത് ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ഫൈനൽ മൊമെൻറ്റം മൈനസ് ഇനിഷ്യൽ മൊമെൻറ്റം. ഇമ്പൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഫോഴ്സ് ഇൻറ്റു ടൈം. ആൻഡ് നമുക്ക് അറിയാം മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ മാസ് ഇൻറ്റു വെലോസിറ്റിയാണ്. അതായത് ഇമ്പൾസ് ഈസ് ഈക്വൽ ടു mv2 മൈനസ് mv1. ഇമ്പൾസ് എഫ് ഇൻറ്റു ടി ഈസ് ഈക്വൽ ടു mv2 മൈനസ് mv1. ഇതിൽ നിന്ന് m കോമൺ ആയിട്ട് എടുക്കുമ്പോൾ ഇക്വേഷൻ എഫ് ഇൻറ്റു ടി ഈസ് ഈക്വൽ ടു m ഇൻറ്റു v2 മൈനസ് v1 എന്ന് വരും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. An automobile weighing 25 kN is moving at a speed of 60 km/h when the brakes are fully applied, causing all 4 wheels to skid. Determine the time required to stop the automobile. The coefficient of friction between the road and the tire is 0.5. ഓക്കെ, ക്വസ്റ്റ്യനകത്ത് പറഞ്ഞ ഒരു 25 kN വെയിറ്റ് ഉള്ള ഒരു വെഹിക്കിള് 60 km/h മൂവ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ബ്രേക്ക് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തു. അപ്പം ക്വസ്റ്റ്യൻ അത് കണ്ടുപിടിക്കേണ്ടത് ബ്രേക്ക് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം എത്ര സമയമെടുത്തു വണ്ടി നിൽക്കാൻ. ഡിറ്റർമിൻ ദ ടൈം റിക്വേർഡ് ടു സ്റ്റോപ്പ് ദ ഓട്ടോമൊബൈൽ. ക്വസ്റ്റ്യനകത്ത് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനകത്ത് ആൾറെഡി നമുക്ക് ഗിവണായിട്ട് തന്നിട്ടുള്ളത് ഇനിഷ്യൽ വെലോസിറ്റി 60 km/h തന്നിട്ടുണ്ട്. പിന്നെ വെയിറ്റും തന്നിട്ടുണ്ട്, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷനും തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് km/h മീറ്റർ/സെക്കൻഡ് ആക്കാൻ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് മീറ്റർ/സെക്കൻഡ് ആക്കി. ഓക്കെ, ഈ വണ്ടി
വണ്ടിയുടെ ഇനിഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും എടുക്കും. ഇപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റിയാണ് 60 km/h ആയിട്ട് ക്വസ്റ്റ്യനകത്ത് തന്നിരിക്കുന്നത്. ഫൈനൽ വെലോസിറ്റി 0 ആയിരിക്കും, വണ്ടി സ്റ്റോപ്പ് ആകുമല്ലോ, അപ്പം ഫൈനൽ വെലോസിറ്റി 0 ആയിരിക്കും. ഓക്കെ, ഇതാണ് വെഹിക്കിൾ എന്ന് ഒന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, വെഹിക്കിൾ മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ ഇതാണെങ്കിൽ റോഡിൽ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷൻ്റെ ഡയറക്ഷൻ അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പം ബ്രേക്ക് ചവിട്ടുമ്പോൾ വണ്ടി നിൽക്കുന്നത് റോഡ് ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷൻ മൂലമാണ് വണ്ടി നിൽക്കുന്നത്. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സാണ് വണ്ടിയെ നിർത്തുന്നത്. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് കണ്ടുപിടിക്കണം. ഫ്രിക്ഷണൽ ഫോഴ്സ് F=μRN എന്ന് നമുക്ക് അറിയാം. ഓക്കെ, അപ്പം മ്യൂവിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനകത്ത് വന്നിട്ടുണ്ട് 0.5. ഇനി RN കണ്ടുപിടിക്കണം. ഈ വെഹിക്കിളിന് വെർട്ടിക്കലായിട്ട് മോഷനില്ല, സോ ഈ വെയിറ്റ് തന്നെ ആയിരിക്കും ഈ റിയാക്ഷൻ. അപ്പം RN W തന്നെ ആയിരിക്കും. അപ്പം F=μ 0.5 × RN എന്ന് പറയുമ്പോൾ ആ വെയിറ്റ് തന്നെ 25 kN. ന്യൂട്ടനാക്കാൻ 10³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് ഈ വെഹിക്കിൾ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് കിട്ടി, F കിട്ടി. ഓക്കെ അല്ലേ, ഫ്രിക്ഷണൽ ഫോഴ്സ് കിട്ടി. ഇനി ഫ്രിക്ഷണൽ ഫോഴ്സ്, അതായത് വണ്ടിയുടെ മൂവ്മെൻറ്റിന് ഓപ്പോസിറ്റ് ആയിട്ടല്ലേ ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നത്, അതുകൊണ്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് നെഗറ്റീവായിട്ടായിരിക്കും നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇമ്പൾസ് മൊമെൻറ്റം ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. അക്കോർഡിംഗ് ടു ഇമ്പൾസ് മൊമെൻറ്റം ഇക്വേഷൻ, ഇമ്പൾസ് ചേഞ്ച് ഇൻ ഇനിഷ്യൽ ഫൈനൽ മൊമെൻറ്റം മൈനസ് ഇനിഷ്യൽ മൊമെൻറ്റം ആയിരിക്കും. ദാറ്റ് ഈസ് F×T m × V2 - V1 ആയിരിക്കും. അപ്പം F×T m × V2 - V1. അപ്പം ഫോഴ്സിൻ്റെ വാല്യൂ നമ്മളിപ്പം കണ്ടുപിടിച്ച് ഫ്രിക്ഷണൽ ഫോഴ്സാണ് ഇവിടുത്തെ ഫോഴ്സായിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പം ഫ്രിക്ഷണൽ ഫോഴ്സ് Fൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. F=-12.5 × 10³ Fൻ്റെ വാല്യൂ ഇട്ടു. T ആണ് കണ്ടുപിടിക്കേണ്ടത്. ടൈം റിക്വയർഡ് ഫോർ സ്റ്റോപ്പിംഗ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം T അതുപോലെ ഇട്ടു. നമുക്ക് വെയിറ്റ് 25 kN തന്നിട്ടുണ്ട്. നമുക്ക് വെയിറ്റിനെ മാസ്സായിട്ട് കൺവേർട്ട് ചെയ്യണം. W=mg ആണ്. W=mg ആണ്. അപ്പോൾ M=W/g ആയിരിക്കും. അതായത് വെയിറ്റിനെ 9.8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മാസ് കിട്ടും. അപ്പം നമുക്ക് മാസിൻ്റെ വാല്യൂ കിട്ടി. ഫൈനൽ വെലോസിറ്റി V2 0 ആയിരിക്കും. V1 ഇനിഷ്യൽ വെലോസിറ്റി. അപ്പം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ടൈം റിക്വയർഡ് ഫോർ സ്റ്റോപ്പിംഗ് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ ഇൻ പുള്ളിങ് എ ബ്ലോക്ക് വെയിങ് 20 kN ഫോർ എ ലെങ്ത് ഓഫ് 5 meter. വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ അറിയാം, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഫോഴ്സ് തന്നിട്ടുണ്ട് 20 kN, ഡിസ്പ്ലേസ്മെൻറ്റും തന്നിട്ടുണ്ട്. അപ്പം സിമ്പിളായിട്ട് വർക്ക് ഡൺ കണ്ടുപിടിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ ഇൻ പുള്ളിങ് എ ബ്ലോക്ക് വെയിങ് 20 kN ഫോർ എ ലെങ്ത് ഓഫ് 5 meter ഓൺ എ സ്മൂത്ത് പ്ലെയിൻ ഇൻക്ലൈൻഡ് 20 degree വിത്ത് ഹൊറിസോണ്ടൽ. ഇവിടെ സ്മൂത്ത് പ്ലെയിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്മൂത്ത് പ്ലെയിൻ എന്ന് പറയുമ്പോൾ അവിടെ ഫ്രിക്ഷൻ കാണത്തില്ല. ഓക്കെ, ഇത് ഈ ഒരു ബ്ലോക്ക് 20 kN വെയിറ്റുള്ള ഒരു ബ്ലോക്ക് 20 degree ഇൻക്ലൈൻ ചെയ്ത ഒരു പ്ലെയിനിൽ ഇരിക്കുകയാണ്. 20 kN വെയിറ്റുള്ള ഒരു ബോഡി 20 degree ഇൻക്ലൈൻ ചെയ്ത ഒരു പ്ലെയിനിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് എപ്പോഴും ഗ്രൗണ്ടിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഇതാണ് W, വെയിറ്റ് ആണ് W. ഈ W ഹൊറിസോണ്ടൽ വെർട്ടിക്കലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ. ഇവിടെ തീറ്റ ആണെങ്കിൽ ഇവിടെയും തീറ്റ ആയിരിക്കും. അപ്പം ഡബ്ല്യുവിന് രണ്ട് കമ്പോണൻറ്റ് വരും. W cos തീറ്റയും വരും, W sin തീറ്റയും വരും. ഇത് ഈ ബ്ലോക്കിന് വെർട്ടിക്കലി മൂവ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് W cos തീറ്റ എടുക്കേണ്ട ആവശ്യമില്ല. ഹൊറിസോണ്ടലിലെ ഈ ബ്ലോക്കിന് മൂവ്മെൻ്റ് ഉള്ളൂ. അപ്പം W sin തീറ്റ ആയിരിക്കും അതിൻ്റെ ഫോഴ്സ്. W sin തീറ്റ ഫോഴ്സ് കൊടുത്താലേ ഈ ബ്ലോക്ക് മൂവ് ചെയ്തുള്ളൂ. അപ്പോൾ ഫോഴ്സ് കിട്ടി.
ഫോഴ്സ് കിട്ടി, ഫോഴ്സിൻ്റെ വാല്യൂ കിട്ടി. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര 5 മീറ്ററാണ് മൂവ് ചെയ്യേണ്ടത്, അപ്പം ഡിസ്പ്ലേസ്മെൻറ്റ് എസും കിട്ടി. അപ്പം വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A body weighing 40 Newton drops freely from a height of 50 meter and penetrates into the ground by 100 centimeter. Find the average resistance to penetration and the time of penetration. 40 ന്യൂട്ടൺ വെയിറ്റ് ഉള്ള ഒരു ബോഡി 50 മീറ്റർ ഹൈറ്റിൽ നിന്നും 40 ന്യൂട്ടൺ വെയിറ്റ് ഉള്ള ബോഡി 50 മീറ്റർ ഹൈറ്റിൽ നിന്നും താഴേക്കിടുകയാണ്. താഴേക്കിടുന്ന സമയത്ത് താഴെ വീണ് 100 സെൻറ്റിമീറ്റർ താഴോട്ട് ഇത് താന്നുപോയി, പെനട്രേറ്റ് ചെയ്തു. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ അത് കണ്ടുപിടിക്കേണ്ടത് റെസിസ്റ്റൻസ് ടു പെനട്രേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഈ ബോഡി ഗ്രൗണ്ടിൽ വന്ന് വീഴുമ്പം ഗ്രൗണ്ട് ഈ ബോഡി താഴോട്ട് പെനട്രേറ്റ് ചെയ്യാതിരിക്കാൻ ഗ്രൗണ്ട് ഒരു ഫോഴ്സ് മുകളിലോട്ട് അപ്ലൈ ചെയ്യും. ആ ഫോഴ്സാണ് കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ ടൈം ഓഫ് പെനട്രേഷൻ, അതായത് ഈ ബോഡി താഴോട്ട് പെനട്രേറ്റ് ചെയ്യാൻ എത്ര സമയം എടുത്തെന്നും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം നമുക്ക് ഹൈറ്റ് 50 മീറ്റർ മുകളിൽ 50 മീറ്റർ തന്നിട്ടുണ്ട്, വെയിറ്റ് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമുക്ക് ഫസ്റ്റ് v² = u² + 2as എന്ന ഇക്വേഷൻ അറിയാം. അതിനകത്ത് ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്. ബ്ലോക്ക് താഴോട്ട് ഇടുന്നതിന് മുമ്പ് ഇടുമ്പം വെലോസിറ്റി 0 ആയിരിക്കും, ഇടുന്നതിന് മുമ്പ് വെലോസിറ്റി 0 ആയിരിക്കും. അതായത് ഇനിഷ്യൽ വെലോസിറ്റി 0 ആയിരിക്കും, ഫൈനൽ വെലോസിറ്റി അപ്പം v² = 2as എന്ന് വരും. അതായത് v = √2as എന്ന് വരും. ഇത് ബോഡി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാരണമാണ് താഴോട്ട് വരുന്നത്. അപ്പം എക്ക് പകരം g ഇടാം, ആൻഡ് എസ്സിന് പകരം s എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ആണ്. അപ്പം v = √2gh എന്ന ഇക്വേഷൻ ഇടുമ്പോൾ വിയുടെ വാല്യൂ കിട്ടും 31.32 മീറ്റർ/സെക്കൻഡ് കിട്ടും. അപ്പോൾ ഇതാണ് വെലോസിറ്റി ബിഫോർ പെനട്രേഷൻ. അതായത് നമ്മൾ ബ്ലോക്ക് താഴോട്ട് ഇടുമ്പം ഗ്രൗണ്ടിൽ വന്ന് ഇടിക്കുന്ന സമയത്തുള്ള വെലോസിറ്റിയാണ്. വെലോസിറ്റി ബിഫോർ പെനട്രേഷൻ ആണ് 31.2 സെക്കൻഡ്, അതായത് 31.32 മീറ്റർ/സെക്കൻഡ്. ഈ വെലോസിറ്റി ഓഫ് ബോഡി ആഫ്റ്റർ പെനട്രേറ്റിംഗ് 100 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പം അത് 0 ആയിരിക്കും. പെനട്രേഷൻ കഴിയുമ്പം ബോഡി അവിടെ നിൽക്കും. അപ്പം വെലോസിറ്റി ആഫ്റ്റർ പെനട്രേഷൻ 0 ആയിരിക്കും. ബിഫോർ പെനട്രേഷൻ ആണ് 31.32 മീറ്റർ/സെക്കൻഡ്. നമ്മൾ വർക്ക് എനർജി പ്രിൻസിപ്പിൾ പഠിച്ചു. വർക്ക് എനർജി പ്രിൻസിപ്പിൾ പ്രകാരം ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി = വർക്ക് ഡൺ ആണ്. ഓക്കെ, നമുക്ക് ഈ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയാണ് വർക്ക് ഡൺ. അപ്പം ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ½ m × v²² - v1². ക്വസ്റ്റ്യനകത്ത് നമുക്ക് എമ്മിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. v2 0 ആണ്. വെലോസിറ്റി ഓഫ് ബോഡി ആഫ്റ്റർ പെനട്രേറ്റിംഗ് = 0 ആണ്. അപ്പോൾ v2 0 ആണ്. v1 എന്ന് പറയുമ്പോൾ ബിഫോർ പെനട്രേഷൻ ആണ്. അപ്പം v1 31.32 മീറ്റർ/സെക്കൻഡ് ആണ്. വെയിറ്റ് നമുക്ക് വെയിറ്റ് 40 ന്യൂട്ടൺ തന്നിട്ടുണ്ട്. വെയിറ്റിനെ 9.81 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം മാസ് കിട്ടും. അപ്പം LHS ഓക്കെ ആയി. ഇനി RHS കണ്ടുപിടിക്കണം. RHS എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ കണ്ടുപിടിക്കണം. ഈ ബോഡി 100 mm താഴോട്ട് പെനട്രേറ്റ് ചെയ്തു. അതായത് ഈ ബോഡി 100 mm താഴോട്ട് പെനട്രേറ്റ് ചെയ്തു. ഈ ബോഡിയുടെ വെയിറ്റാണ് ഫോഴ്സായിട്ട് ഗ്രൗണ്ടിൽ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഗ്രൗണ്ട് തിരിച്ചൊരു ഫോഴ്സ് ഒരു പെനട്രേറ്റിംഗ് ഒരു റെസിസ്റ്റൻസ് ആക്ട് ചെയ്യുമല്ലോ. ഇപ്പം ബോഡി ഗ്രൗണ്ട് ഒരു ഓപ്പോസിഷൻ ഫോഴ്സും ആക്ട് ചെയ്യും. അപ്പം W - P ആണ് നെറ്റ് ഫോഴ്സായ F. W - P ആണ് ഫോഴ്സ്. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ W - P ആണ്. W എന്ന് പറയുമ്പം ബോഡിയുടെ വെയിറ്റും P എന്ന് പറയുമ്പം ഗ്രൗണ്ട് മുകളിലോട്ട് കൊടുക്കുന്ന റെസിസ്റ്റൻസ്. അപ്പോൾ F കിട്ടി. F ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വർക്ക് ഡൺ. അപ്പോൾ RHS ആയ വർക്ക് ഡണ്ണും കിട്ടി. അപ്പോൾ S എന്ന് പറയുമ്പോൾ 100 സെൻറ്റിമീറ്റർ ആണ്. 100 സെൻറ്റിമീറ്ററിനെ മീറ്റർ ആക്കുമ്പം 1 മീറ്റർ ആകും. അപ്പം W-ൻ്റെ വാല്യൂ അറിയാം 40 ന്യൂട്ടൺ, P
പിയുടെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പിയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം അൺനോൺ ആയിട്ട് പി മാത്രമേ ഉള്ളൂ. എസിൻ്റെ വാല്യൂ അറിയാം 1 മീറ്റർ, 100 സെൻറ്റിമീറ്റർ ഇസ് ഈക്വൽ ടു 1 മീറ്റർ. അപ്പോൾ എസിൻ്റെ വാല്യൂ അറിയാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പിയുടെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പം റെസിസ്റ്റൻസ് ഓഫ് പെനട്രേഷൻ കിട്ടി. ഇനി നമുക്ക് വേണ്ടത് ടൈം റിക്വയർഡ് ഫോർ പെനട്രേഷൻ ആണ്. അത് നമ്മൾ ഇമ്പൾസ് മൊമെൻ്റ് ഇക്വേഷൻ ആണ് ഉപയോഗിക്കുന്നത്. അക്കോർഡിംഗ് ടു ഇമ്പൾസ് മൊമെൻ്റ് ഇക്വേഷൻ, ഫോഴ്സ് ഇൻറ്റു എഫ് ഇൻറ്റു ടി ഈസ് ഈക്വൽ ടു എം ഇൻറ്റു വി ടു മൈനസ് വി വൺ. അതായത് ഫൈനൽ ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം. ഫോഴ്സ് എഫ്, അപ്പോൾ ഫോഴ്സ് കണ്ടുപിടിക്കണം. ഇതിനകത്ത് ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ബോഡി താഴോട്ട് ആക്ട് ചെയ്യുന്ന ഈ ബോഡിയുടെ വെയിറ്റാണ് ഗ്രൗണ്ടിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. അപ്പം ഗ്രൗണ്ട് ഒരു ഒപ്പോസിഷൻ ഫോഴ്സും കൂടെ കൊടുക്കും. അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നെറ്റ് ഫോഴ്സ്. എഫ് ഈസിക്കൽ ടു ഡബ്ല്യു മൈനസ് പി. ഡബ്ല്യുവിൻ്റെ വാല്യൂ അറിയാം, പിയുടെ വാല്യൂ അറിയാം. അപ്പം എഫിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. നമുക്ക് വേണ്ടത് ടൈമാണ് വേണ്ടത്. ടൈം കണ്ടുപിടിക്കണം. മാസ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, വെയിറ്റ് തന്നിട്ടുണ്ട്. വെയിറ്റിനെ 9.81 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മാസ് കിട്ടും. ഫൈനൽ വെലോസിറ്റി 0 ആണ്. വെലോസിറ്റി ആഫ്റ്റർ പെനട്രേഷൻ 0 ആണ്. ബിഫോർ പെനട്രേഷൻ്റെ വാല്യൂ 31.32 ആണ്. അപ്പോൾ അതിലിടുമ്പോൾ നമുക്ക് ആൻസർ T = 0.064 സെക്കൻഡ് കിട്ടും.